നമസ്കാരം. ഗുഡ് ഈവനിംഗ് അമേരിക്ക. 37-കാരിയായ അമേരിക്കൻ വനിത റെനി നിക്കോൾ ഗുഡിന്റെ കൊലപാതകം വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. കസ്റ്റഡിയിലിരിക്കെ മരിച്ച 34-കാരനായ ഹെബർ സാഞ്ചസ് ഡെമിംഗ്വസ് എന്ന മെക്സിക്കോക്കാരൻ മരിച്ചെന്ന റിപ്പോർട്ട് പിന്നാലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ മുൻപെങ്ങുമില്ലാത്തതുപോലെ അമേരിക്കക്കാരുടെ ശത്രുപക്ഷത്ത് വന്ന കാലം. എന്താണ് സംഭവിക്കുന്നത്? വെറുതെ വഴിയിലൂടെ പോകുന്നവരെയൊക്കെ പിടിച്ച് കുനിച്ചു നിർത്തി ഇടിച്ചുകൂട്ടുകയാണോ ഫെഡറൽ ഏജന്റുമാർ? എല്ലാവരും പേടിക്കണോ? പുറത്തേക്ക് വരുന്നത് അനാവശ്യ ആശങ്കകളോ? ലോകമെമ്പാടും അമേരിക്കൻ കുടിയേറ്റ സ്വപ്നങ്ങളുമായി നടക്കുന്നവർക്ക് തിരിച്ചടിയാകുമോ നിലവിലെ സംഭവങ്ങൾ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. കുടിയേറ്റത്തിന് പിടി. എന്റെ അതിഥികൾ: ഡെമോക്രാറ്റ് അനുഭാവിയും സംരംഭകനുമായ ചെറിയാൻ ജേക്കബ്, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ഫ്ലോറിഡ ലീ കൗണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി കമ്മിറ്റി മെമ്പറുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ തോമസ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ചെറിയാൻ ജേക്കബിലേക്കാണ്. ശ്രീ ചെറിയാൻ ജേക്കബ്, മുമ്പെങ്ങും ഇല്ലാത്തതുപോലെ ലോകമെമ്പാടും ഐസ് എന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഫെഡറൽ ഏജന്റുമാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഫെഡറൽ ഏജന്റുമാരൊക്കെ ഈ വഴിയെ പോകുന്ന എല്ലാവരെയും തന്നെ സംശയ ദൃഷ്ടിയോടുകൂടെ നിരീക്ഷിക്കുന്നു, അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു, കസ്റ്റഡിയിലിരുത്തുന്നു, കസ്റ്റഡിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ കുനിച്ചു നിർത്തി ഇടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണല്ലോ ഈ പുറത്തേക്ക് വരുന്നത്. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? Thank you very much. Thank you for having me and ഹാപ്പി ന്യൂ ഇയർ ടു എവരിവൺ. അപ്പൊ വീണ്ടും നമ്മളൊരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം ഇതൊരു പരമാധികാര റിപ്പബ്ലിക്കാണ്. ഈ പരമാധികാര റിപ്പബ്ലിക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതി ഉണ്ടാക്കിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ഫൈറ്റ് ചെയ്ത രാജ്യങ്ങളാണ്, രാജ്യത്തിന്റെ ടോപ്പിൽ നിൽക്കുന്നതാണ് അമേരിക്ക. അപ്പൊ ഈ അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും തന്നെ ഇമിഗ്രൻസ് ആണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇത് മുഴുവനും മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തേച്ച് പോകേണ്ടി വരും. ഇവിടുത്തെ നേറ്റീവ്സിന് മുഴുവൻ സ്ഥലവും വിട്ടുകൊടുത്തേച്ച് പോകാൻ തയ്യാറുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും തന്നെ ശരിക്കും പറഞ്ഞ ഇമിഗ്രൻസ് ആണ്. അപ്പൊ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു നയമാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ഇവിടെ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്നതിന് പല രീതിയിലുള്ള ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങൾ പാലിച്ചാണോ കൊണ്ടുവരുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ഐസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമിഗ്രൻസ് ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ്. അവരുടെ അധികാര പരിധി എന്ന് പറയുന്നത് ആ ബൗണ്ടറിയിലാണ്. അതായത് അമേരിക്കയിലേക്ക് കയറുന്നതിന് ആണ് അവരുടെ കാര്യം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദേ ഷുഡ് എൻഗേജ്. ഈ വഴി വന്ന് ഇടിയുണ്ടാക്കുന്നതല്ല. അതിനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാധികാരമുള്ള ഓരോ സ്റ്റേറ്റും ഈ യൂണിയനിലേക്ക് ചേർന്നിരിക്കുന്നതാണ്. അപ്പൊ അവിടെ ഒരു ഗവർണറുണ്ട്, അവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, അവിടെ അതിനടിയിൽ കൗണ്ടീസ് ഉണ്ട്. കൗണ്ടീസ് അല്ലാതെ തന്നെ നമുക്കിവിടെ സിറ്റി ഉണ്ട്. അതേപോലെ തന്നെ there are municipal corporations. So when it comes to human beings അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അത് താഴെ തട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഗവൺമെന്റ് സത്യത്തിൽ ചെയ്യേണ്ടത് they should follow the protocol. അതായത് അമേരിക്കയുടെ ഈ നിയമത്തിനകത്തുള്ളതാണ് നമുക്ക് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ വന്ന് പിടിച്ചോണ്ട് പോകുന്ന പലരും ഇവരാരും തന്നെ ഈ ഇതുപോലെ വെടിവെച്ച് കൊല്ലുക. അതായത് നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ആ ഫോഴ്സ് യൂസ് ചെയ്യുന്നതിന് ഒരാളെ കൊല്ലാനായിട്ടായിരിക്കരുത്. എപ്പോഴും വന്ന് ഒരു ലൈഫിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ ഒരു വ്യക്തി എന്തും ആയിക്കൊള്ളട്ടെ, അവരിപ്പോ ഇവിടുത്തെ ഒരു ടെററിസ്റ്റ് എന്നുള്ള രീതിയിൽ, അതായത് US സിറ്റിസൺസിനെ മുഴുവനും കംപ്ലീറ്റ് ടെററിസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പോർട്രേ ചെയ്യുന്നത്. ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് ഓൺ ചെയ്യണം. ഇപ്പൊ ഇവർ ഈ ചെയ്യുന്നത് പോലെ ബൈഡൻ ഭരണകൂടമോ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒബാമ ഭരണകൂടമോ ഇതേപോലെ ഓരോ നമ്മുടെ റൈറ്റ് ടു ആം ഈസ് എ റൈറ്റ്.
ബട്ട് ഇവിടെ AR-15 വെച്ച് ആളുകളെ കൊല്ലുന്ന സാധനം വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നാളെ ഇപ്പൊ ഒരു പുതിയ ഒരു ഗവൺമെന്റ് വന്നിട്ട്, ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വന്നിട്ട് അവർ പറയുകയാണ് ഇതൊന്നും പറ്റത്തില്ല, ബാൻ ചെയ്തിട്ട് ഈ മുഴുവൻ ആളുകളെയും ഈ സാധനം വന്ന് ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യാൻ നോക്കിയാൽ നടക്കുമോ? ഒരാളെ സെർച്ച് ചെയ്യുമ്പോൾ പോലും അതിനൊരു സെർച്ച് വാറണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. സെർച്ച് വാറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് അവന്റെ പേരിൽ എന്താണ് അവന്റെ പ്രശ്നം എന്ന് പറയണം. അവന് ഡിഫെൻഡ് എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം പറയാൻ അവസരം വേണം. ഇത് നിങ്ങൾ ഒരു 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 കാര്യം ഇല്ലാതെയാണ് ഈ ആളുകളെ ഇപ്പൊ ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന. കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഇത് അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല, ഇതൊരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു 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 നിയമത്തിന്റെ നടുക്കിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും നിങ്ങൾക്ക് ന്യായീകരിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ കാണും. പക്ഷെ ഇതൊന്നും തന്നെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനോ അമേരിക്കൻ വാല്യൂ സിസ്റ്റത്തിനകത്തുള്ള ഒരു കാര്യവുമല്ല ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പൊ അമേരിക്ക നടക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊല്ലാൻ പറ്റും. ഇപ്പൊ ഓരോ സ്റ്റേറ്റും പറയുവാണ് യെസ് യു ഹാവ് ഫെഡറൽ റൈറ്റ് ബട്ട് ഇറ്റ് ഈസ് മൈ ടെറിട്ടറി. ഇവിടുത്തെ ഓരോ സ്റ്റേറ്റിലെ പോലീസുകാരനോ അല്ലെങ്കിൽ സിറ്റിയുടെ പോലീസുകാരോ അവരെഴുന്നേറ്റ് നിന്ന് സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ആംസ് ഫൈറ്റ് ബിറ്റ്വീൻ ഇതുണ്ടാകും. അതുണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ട്രംപിന്റെ ആഗ്രഹം. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരണം വരെയും അദ്ദേഹത്തിന് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കാം. അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം എല്ലാം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നോബൽ പ്രൈസ് കൊടുത്തവരുടെ കയ്യിൽ നിന്ന് പിച്ച മേടിക്കുന്നത് പോലെ അത് എച്ചി മേടിച്ചു കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ്. നാണമില്ലേ? ഞാൻ ഓർക്കുകയായിരുന്നു, അവർ വല്ല അണ്ടർ ഗാർമെന്റ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ ഈ ട്രംപ് അത് മേടിച്ചിടേണ്ട ഒരു ഗതികേട് വരികയല്ലേ. ഇതുപോലെ തന്നെ വേറെ ആരുടെയും കണ്ടു കഴിഞ്ഞാൽ അന്നേരം അത് സ്വന്തമാക്കുക. ദോഹ പോയി ഫ്ലൈറ്റ് മേടിച്ചോണ്ട് വന്നു. ഇവിടെ വല്ലതും ചെയ്തോ? ഇത് വല്ലതും അമേരിക്കയ്ക്ക് വേണ്ടതാണ്? ഇവിടെ ദാരിദ്ര്യമാണോ? പോയി മേടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഇട്ടിരിക്കുക തുരുമ്പടിപ്പിക്കാനായിട്ട്. കാരണം ഞാൻ കയറിപ്പോകാത്ത ഒരു സ്ഥാനത്ത് ലോകത്ത് ആരും കയറിപ്പോകുന്നുള്ള ഒരു ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റുമായിട്ട് നടക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആയിട്ട് വെച്ചോണ്ടിരിക്കേണ്ടത് ഒരു ഗതികേടാണെന്നേ പറയത്തുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് വെളുപ്പിക്കാൻ വരുന്നവരെ എനിക്ക് ഇവരുടെ ലോജിക്ക്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലോജിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഐ ആം വെരി ഹാപ്പി. യു ഷുഡ് ടെൽ മീ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് റൈറ്റ് യു ആർ ഡൂയിങ് ഇറ്റ്. അപ്പൊ മറ്റു കോൺസ്റ്റിറ്റ്യൂഷന്റെ പവർ ഞാനും കാണിക്കാം തിരിച്ച് നിങ്ങളോട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ശരി, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ശ്രീ ചെറിയാൻ ജേക്കബ് പറഞ്ഞു ന്യായീകരണത്തിന്റെ ഒരു പിടി ക്യാപ്സ്യൂളുകളുമായിട്ടാണ് റിപ്പബ്ലിക്കൻസ് പൊതുവെ തയ്യാറായിരിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് ഈ ഫെഡറൽ ഏജന്റുമാരും ഐസ് ഡിപ്പാർട്ട്മെന്റ് മെമ്പേഴ്സും അവരൊക്കെ ചെയ്യുന്നത് അവരുടെ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കാര്യം പോലുമാണ്. പലപ്പോഴും അവരുടെ അധികാര പരിധി കടന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒരു പിടി ഗുരുതരമായ ആരോപണങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനെ പ്രതിരോധിക്കാനുള്ളത്? ക്രിസ്റ്റീന, ഞാൻ ഈ ചാനൽ ചർച്ചകൾക്കൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഓൺ ദ ഗ്രൗണ്ട് ഇൻഫർമേഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം സംഹിതനെ കുറിച്ചോ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ചുമ്മാ അവരും യൂട്യൂബിൽ ഇടുന്നതോ മലയാളി ചാനലുകൾ അവിടെ ഇരുന്നുകൊണ്ട് CNN കണ്ടത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതോ അല്ലാതെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പൊ ചെറിയാൻ ജേക്കബ് ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഒരു അർത്ഥസത്യം പോലും ഇല്ല, നുണകൾ മാത്രമേ ഉള്ളൂ. വാട്ട് ഹി സെഡ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ഐസ്, അതാണ് ഏജൻസിയുടെ പേര്. അതിന്റെ ജോലിയാണ് അവർ ചെയ്യുന്നത്. ഈ ജോലി തന്നെയാണ് ഒബാമയുടെ ടൈമിൽ ചെയ്ത് മില്യൺസ് ഓഫ് ആൾക്കാരെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്തത്. ഒബാമേനെ ഡിപ്പോർട്ടർ ഇൻ ചീഫ് എന്നാണ് അന്ന് വിളിച്ചത്. അന്ന് ഈ ബഹളം ഉണ്ടാവാത്തതിന്റെ കാര്യം എന്താണ്? ബിക്കോസ് റിപ്പബ്ലിക്കൻസ് ആർ ഡീസന്റ് പീപ്പിൾ, ദേ ഫോളോ ദ ലോ. ഇതിപ്പോൾ സംഭവിക്കുന്നത് പൊളിറ്റിക്സ് മാത്രമാണ്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ജോലി എവിടെയെങ്കിലും ഇമിഗ്രേഷൻ നിയമം ലംഘിച്ച ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് ഡ്യൂ പ്രോസസ് തുടങ്ങുക എന്നുള്ളതാണ്. ബേസിക്കലി ദ ഡ്യൂ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവരെ പിടിക്കുക എന്നുള്ളത്. ബിക്കോസ് ഇവർ ബോർഡറിൽ കയറി പോരുമ്പം ഇവർ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് ഇവരെ ട്രാക്ക് ചെയ്ത് ഇവർ പിടിക്കുകയാണ്. ഇവർ കോർട്ടിൽ വന്നിട്ടില്ല, ഇവരൊന്നും ചെയ്തിട്ടില്ല, ഇവർ മുങ്ങി. Now you are captured. Now he gets the due process. Due process is it's not a bypass. Okay, it's actually a regular due process. It's in the civil court, just like any other country. Immigration happens in the civil court. അതിനു വേണ്ടി പിടിക്കാൻ ചെല്ലുമ്പോഴാണ് ഈ ഡെമോക്രാറ്റുകളും അവര്
പ്രൊവോക്ക് ചെയ്ത് വിട്ടിരിക്കുന്ന ആന്റിഫ പോലത്തെ ഓർഗനൈസേഷൻസും ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത്. നിയമമായിട്ട് തന്നെ പോകട്ടെ. അമേരിക്കയിൽ ഫെഡറൽ ലോയ്ക്ക് സുപ്രീമസി ഉള്ള ഒരു സുപ്രീമസി ക്ലോസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ചെറിയൻ ജേക്കബിന് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അമേരിക്കയിലെ ഫെഡറൽ നിയമം അമേരിക്കയിലെ സ്റ്റേറ്റ് നിയമമായിട്ടോ ലോക്കൽ നിയമമായിട്ടോ കോൺട്രഡിക്റ്റ് ചെയ്താൽ ഫെഡറൽ നിയമത്തിനുള്ള അപ്പർ ഹാൻഡ്, അതിന്റെ പേരാണ് സുപ്രീമസി ക്ലോസ് ഇൻ ദ US കോൺസ്റ്റിറ്റ്യൂഷൻ. ചെറിയൻ ജേക്കബ് ആദ്യം ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരും. പുറകിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ വലിയ ബാനർ വെച്ചിട്ട് കാര്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരൂ. ആ സുപ്രീമസി ക്ലോസ് അനുസരിച്ച് സ്റ്റേറ്റുകളിലും സിറ്റികളിലും അവരെന്ത് നിയമം പാസ്സാക്കിയാലും, ബിക്കോസ് ദേ പാസ്ഡ് ദ ലോ സാങ്ച്വറി സിറ്റീസ്. ആൻഡ് ഡു യു നോ വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്, ക്രിസ്റ്റീന? ഓക്കെ, മോഡി പറയുന്നു ഇല്ലീഗലായിട്ട് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇമിഗ്രൻസ് വരുന്നു. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളല്ല, മാർക്സിസ്റ്റുകാരനാണ്. പിണറായി പറയുന്നു കേരളത്തിൽ നിങ്ങളെല്ലാം വെൽക്കം ആണ്, നിങ്ങൾ കേരളത്തിലോട്ട് പോരും. ഇതാണ് ഈ സാങ്ച്വറി സിറ്റി എന്ന് പറഞ്ഞാൽ, സാങ്ച്വറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഫെഡറൽ ലോ പറയുന്നു ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇമിഗ്രേഷൻ, അത് എൻഫോഴ്സ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ജോലിയാണ്. സ്റ്റേറ്റ് പറയുന്നു ഞങ്ങൾ അത് എൻഫോഴ്സ് ചെയ്യാൻ നിങ്ങളെ അലൗ ചെയ്യില്ല. ഫെഡറൽ സുപ്രീമസി ക്ലോസ് അനുസരിച്ച് ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് ഇപ്പം മിനസോട്ട ഗവർണർ വാൾസിനും മിനിയാപോളിസ് സിറ്റി മേയർ ഫ്രേക്കും എതിരായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിരിക്കുന്നത്. ബിക്കോസ് നൗ ദേ ആർ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. They are inciting these people. So that will not stand because federal law will have the upper hand when it comes to immigration. Immigration is a federal responsibility. That is what is going on here. Obama 3.1 million deportations ആണ് ഒബാമ ചെയ്തത്. 3.1. ട്രംപിന്റെ 2 ടേമിലും കൂടി ഇതുവരെ അത്ര ആയിട്ടില്ല. ഇവരെന്താ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. യാതൊരു ഐഡിയ ഇല്ലാതെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയാതെ, കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കാതെ, കോൺസ്റ്റിറ്റ്യൂഷൻ പുറകിൽ വെച്ച് സമയമാകുമ്പോഴത്തേക്ക് US ഫ്ലാഗും പിടിച്ച് വരുന്നവരല്ല റിപ്പബ്ലിക്കൻസ്. വി അണ്ടർസ്റ്റാൻഡ് ദ ലോ, വി അണ്ടർസ്റ്റാൻഡ്. ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളെ ട്രംപിന്റെ പേരിൽ ലോകത്തിന് മുഴുവൻ ട്രംപിനോടുള്ളൊരു പ്രശ്നം മുതലെടുത്ത് ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി ഇതൊരു കമ്മ്യൂണിസ്റ്റത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. മിനിയാപോളിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 9 ബില്യന്റെയാണ്, $9 ബില്യൺ കറപ്ഷനാണ് ഇങ്ങനെ വന്ന ഇല്ലീഗൽ ഇമിഗ്രൻസും അത് കഴിഞ്ഞ് ഇമിഗ്രന്റ് ആയവരും എല്ലാം കൂടി മിനിയാപോളിസിൽ ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങോട്ടാണ് ഈ മണി പോകുന്നത്? American taxpayer money. It is going to Al Shihab in Somalia. ഇതിന്റെ ഒരു സൈഡ് പ്രൊഡക്റ്റ് ആണ്. ഇത് ഇമിഗ്രേഷൻ ഇഷ്യൂ എല്ലാം പറയുന്നത്. അവര് സിറ്റിസൺസ് ആയവര് സ്റ്റേറ്റിനെ, കൺട്രീനെ കൊള്ളയടിച്ചതിന്റെ ചരിത്രങ്ങളാണ് ഈ പറയുന്നത്. അപ്പോ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തിലെ നിയമങ്ങൾ മനസ്സിലാക്കി, ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കി, എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കി സംസാരിക്കണം. ഈ ഇൻസറക്ഷൻ ആക്ടിന്റെ കാര്യം പറഞ്ഞു. ഈ ഇൻസറക്ഷൻ ആക്ട് എന്ന് പറയുന്നത് വളരെയധികം പ്രാവശ്യം, എനിക്ക് 50 പ്രാവശ്യത്തിലധികം അമേരിക്കയിൽ പ്രസിഡന്റുമാർ യൂസ് ചെയ്ത ഒരു ആക്ട് ആണ്. ഇത് ട്രംപ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇൻസറക്ഷൻ ആക്ട് യൂസ് ചെയ്താൽ he can have national guard, the Minnesota National Guard on the ground taking care of the situation. He's just giving them a chance. Please understand, this is immigration and customs law enforcement officers. They are policemen. ഇതുവരെ ഇവർ മരിച്ചു എന്ന് പറയുന്ന ഈ ഒരാളാണ്. ഇപ്പൊ ക്രിസ്റ്റീനയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ആ ഒരു സ്ത്രീ മരിച്ചത്. ആ സ്ത്രീ ഒരു പെയ്ഡ് പ്രൊട്ടസ്റ്ററാണ്. നമ്മുടെ നാട്ടിൽ 100 രൂപയും ചാരായം കൊടുത്തു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ പോലെ ഏത് പാർട്ടിക്കും വേണ്ടി അവർ പോകും. ഒരു പെയ്ഡ് പ്രൊട്ടസ്റ്ററാണ്. ആ സ്ത്രീയാണ് മരിച്ചത്. അവരെന്താ ചെയ്തത്? ഒരു മിനി വാൻ കൊണ്ട് ഒരു ഐസ് ഓഫീസറുടെ നേരെ ചീറിപ്പാഞ്ഞ് ചെല്ലുകയാണ് ചെയ്തത്. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ, കാര്യങ്ങൾ മനസ്സിലാവാനുള്ള ചാൻസ് മലയാളിക്ക് കൊടുക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ കേൾക്കുന്ന ഈ ഡെമോക്രാറ്റ്, ലിബറൽ, സ്റ്റുപ്പിഡ് നുണകളും ആഭാസത്തരങ്ങളും ചുമ്മാ വിളിച്ചു പറയുന്ന ഒരു ഷോ ആക്കി ഇത് മാറ്റിയാൽ ഇത് ചാനൽ 24 നാണക്കേടാണ് ഞാൻ പറയുന്നത്. ഇത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായിട്ട് ആൾക്കാരോട് പഠിച്ചിട്ട് വരാൻ പറയണം. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് വരൂ. ചുമ്മാ വെല്ലുവിളിച്ചിടുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചില ചൂണ്ടിക്കാണിക്കാം. അദ്ദേഹം പറയുന്നത് യു ഡോണ്ട് നോ ദ ബേസിക്സ് ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സുപ്രീമസി ലോ എന്താണെന്ന് അറിയാമോ? ഫെഡറൽ റൂൾ എന്താണെന്ന് അറിയാമോ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. മാത്രവുമല്ല, അന്ന് നിങ്ങളുടെ ഒബാമ ചെയ്തപ്പോൾ ബർമുഡ, ഞങ്ങളുടെ ട്രംപ് ചെയ്യുമ്പോൾ അത് വള്ളിനിക്കർ, അതെന്താണെന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇത് ഞാന് വിൻസെന്റിനോട് എനിക്ക് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എന്നോട് സ്നേഹം വേണ്ട. What you need to do is talk facts because the Malayali people deserve that.
They അല്ല, need to ശ്രീ hear the ചെറിയാൻ fact. ജേക്കബിനോട് എനിക്കൊരു അല്ല, കാര്യം കൂടി എന്റെ ചോദിക്കാനുണ്ട്. പുറത്തോട്ട് കുതിര കാരണം എന്റെ അങ്ങേക്ക് പുറത്തോട്ട് കുതിര കയറണ്ട. അല്ല, കുറെ നാളുകളായിട്ട് അവിടെ നില്ല അമേരിക്കയിൽ അവിടെ നില്ല ജോലി ചെയ്യുന്ന ഒരു അവിടെ വ്യക്തി എന്ന നിലയിൽ, ഒരു മലയാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പുറത്തിറങ്ങി ഇതേപോലെ ഞാൻ പുറത്തേക്ക് പോകുമ്പം എന്നെയും സംശയകരമായി പിടിക്കും, അങ്ങനെ പേടിയുണ്ട്. ഞാൻ ചോദിക്കുന്ന മലയാളികളൊക്കെ പറയുന്നേ അവർക്ക് അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ലെന്നാണ്. അവർക്ക് അങ്ങനെ പേടിയില്ല എന്ന് പറയണ്ട. അതായത് ഇപ്പൊ ഇവിടുത്തെ കളർ നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇത് പ്രശ്നം ഇവിടെയാണ്. ഈ പുള്ളി പറഞ്ഞു 3.2 മില്യൺ. ഞാൻ പറയുന്നത് മുഴുവൻ ആളുകളും ഡീപ്പോർട്ട് ചെയ്യൂ, ബട്ട് ഡു ഇറ്റ് ഇൻ എ റെസ്പെക്ട്ഫുൾ മാനർ, ഫോളോ ദ ലോ. അതായത് ഒരു സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും വലിയ ഈ ഷോയുടെ ഒന്നും കാര്യമില്ല. ഒരാൾ പ്രശ്നക്കാരനാന്ന് പറഞ്ഞാൽ അയാളെ അറിയിച്ചു കഴിഞ്ഞാൽ സിറ്റിയിൽ പോലീസിനെ 911 ഇതിന് വരുന്ന സിറ്റി പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് തന്ന മര്യാദ ആരാണ് ഇത് കാണിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അതിവന്മാർക്ക് കുരു പൊട്ടും സത്യം പറയുമ്പോ കുരു പൊട്ടിയിട്ട് കാര്യമില്ല. പറയാൻ കേൾക്കാൻ സൗകര്യമുണ്ട്. ഇതാണ് റിപ്പബ്ലിക്കൻ പേഷ്യൻസ്. കുറച്ചുകൂടെ പാർലമെന്ററി ലാംഗ്വേജ് ഉപയോഗിക്കുക. അൺപാർലമെന്ററി ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അനുവദിക്കാത്ത എന്താണ് ഇത് തന്നെയാ തന്റെ ഗവൺമെന്റ് കാണിക്കുന്നത്. താൻ ഇപ്പൊ കാണിച്ച അതേ പണിയാണ് ട്രംപ് കാണിക്കുന്നത്. പിന്നെ ഒച്ച വെച്ചിട്ട് എന്റെ മേലെ കേൾപ്പാന്ന് വിചാരിക്കരുത്. മനസ്സിലായല്ലോ, അതൊന്നും കാര്യമൊന്നുമില്ല. No police in a sanctuary city will not cooperate with ICE. ഡീസൻസി ഉണ്ടോ? You please understand. Minneapolis and Minnesota are sanctuary places. നിങ്ങളെല്ലാരും ഇതാണ് റിപ്പബ്ലിക്കന്റെ യഥാർത്ഥ സ്വഭാവം. മനസ്സിലായില്ലേ? ആദ്യം പറയുന്നത് കേട്ടതിന് ശേഷം നമുക്ക് മിഥുനിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കുഴപ്പം സാറേ, ഇത് നിങ്ങളുടെ പ്രശ്നമാണെന്ന്. വിൻസൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ബാക്കി പ്രതികരിക്കാനുള്ള സമയം തരാം. He is repeating the lie. Because you are a liar. You are a liar. That is why I'm calling you. You are a liar. You are the biggest you are a liar. in the Democrat Party. You are a liar. This is ridiculous. You are a liar. You are repeating the lie. You have repeating no the lie dignity, again and again. no respect for human beings. നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും എനിക്ക് നിങ്ങളുടെ സമയം നിങ്ങൾ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ മിഥുനിലേക്ക് പോകേണ്ടതായിട്ട്. മിഥുൻ ഈ പറയുന്ന കാര്യങ്ങളിൽ, അതായത് വളരെ അൺബയസ്ഡ് ആയിട്ട്, ഐ നോ യു ആർ എ റിപ്പബ്ലിക്കൻ സപ്പോർട്ടർ, പക്ഷേ അൺബയസ്ഡ് ആയിട്ട് ഇതിൽ പറയാനുള്ളത് എന്താണ്? കാരണം ഇപ്പോഴും അമേരിക്കയിലേക്ക് കുടിയേറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അവിടെ വന്ന് നല്ലൊരു ജീവിത നിലവാരം ഉള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ ആശങ്കയിലാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും ഇതിന്റെ ഫാക്ട് എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്? ക്രിസ്റ്റിന, ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇനി വരാനുള്ള ആളുകളുടെ ആശങ്കയെ പറ്റി സംസാരിക്കാം. 75ഓളം രാജ്യങ്ങൾക്കാണ് വിസ ക്യാൻസൽ ആക്കിക്കൊണ്ട് നിയമം വന്നിരിക്കുന്നത്. അതിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല. കണ്ടല്ലേ, ട്രംപ് ഒരുപാട് മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം ഉലഞ്ഞു എന്ന്. ഇന്ത്യ ഈസ് വെരി ക്ലോസ് ടു ഇറ്റ്. ഇനിയും ഇന്ത്യയിൽ നിന്ന് കടന്നു വരാം. ചോദ്യം, ആർക്ക് കടന്നു വരാൻ സാധിക്കും? അമേരിക്കയുടെ നയം മാറുകയാണ്. ഇപ്പോൾ ചെറിയാൻ സാർ പറഞ്ഞ പോലെ ഇമിഗ്രേഷൻ എന്നുള്ളത് അതൊരു ജന്മ അവകാശമല്ല. എനിക്ക് എൻ്റെ അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതെൻ്റെ അവകാശമല്ല. എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം, നിയമം ഉണ്ടാക്കാം. ചോദ്യം എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളും അവരുടെ ഇമിഗ്രേഷൻ കാലാകാലങ്ങൾ മാറ്റും, അവർക്ക് അനുകൂലമാക്കി മാറ്റും. അവർക്ക് എന്താണ് വേണ്ടത്, ഏത് മേഖലയ്ക്കാണ് വേണ്ടതെന്ന് പറയുന്നത്. കാരണം 75 രാജ്യങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കണം. എങ്ങനെ വന്നിരിക്കുന്നത്? വെൽഫെയർ, അതായത് അമേരിക്കയുടെ $36 ട്രില്യൺ ഡെപ്റ്റാണ് അമേരിക്ക ഉള്ളത്. ഇത് എവിടേക്കാണ് പോകുന്നത്? എത്ര ട്രില്യൺ ഡോളർ വേണം ഒരു വർഷം വെൽഫെയറിന്? പല സംസ്ഥാനങ്ങൾ, ഈ പറയുന്ന 75ഓളം രാജ്യങ്ങളിൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ, JFKയിലോ അല്ലെങ്കിൽ LAയിലോ വന്നു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്ന ഓഫീസ് എന്താണെന്നറിയാമോ? സോഷ്യൽ സർവീസ് ഓഫീസ്. എവിടെയാ? വഴി പറഞ്ഞതാ. അവിടെ പോയി ക്യൂ നിൽക്കും. എത്ര വർഷങ്ങളായി ആരംഭിച്ചിരിക്കും. ഞാനും ഇപ്പൊ പറയുന്ന ചെറിയാൻ സാറും വിൻസൻ സാറൊക്കെ അടയ്ക്കുന്ന ടാക്സ് തുക പോകുന്നത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലെ ആളുകളിലേക്കാണ് പോകുന്നത്. ഇതിനൊരു അറുതി വരണം. ഞാൻ പൂർണ്ണമായും ട്രംപിന്റെ പോളിസി എല്ലാം അംഗീകരിക്കുന്ന വ്യക്തിയല്ല, പക്ഷേ പലതും അംഗീകരിച്ചേ പറ്റൂ. ഇന്ത്യ കടന്നു വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും വരാം. നിങ്ങളുടെ ആവശ്യം എന്തിന് അമേരിക്കയിൽ വരുന്നു എന്ന് പറഞ്ഞു ആ ഒരു ഓഫീസറുണ്ടാവും, വിസ ഓഫീസറുണ്ട്, അവർക്ക് പറയാൻ സാധിച്ചാൽ തീർച്ചയായും കടന്നു വരാം. ഈ രാജ്യം ഈസ് വെൽക്കമിങ്. ഇനി ചെറിയാൻ സാർ പറഞ്ഞ കാര്യമുണ്ട്, ടെററൈസിങ്. അമേരിക്കയിൽ എല്ലാവരെയും നോക്കിക്കാണുകയാണ് കൊള്ളക്കാരെ പോലെ.
ഞാൻ ഒരു വർഷമായി ജനുവരി 20 ട്രംപ് അധികാരത്തിൽ കയറിയിരിക്കുന്നത്. ഈ ഒരു മാസം ഇന്നിപ്പോ ഏകദേശം ഒരു വർഷമാകാൻ പോവുകയാണ്. ഒരു ദിവസം പോലും എന്നെ ഒരു കൊള്ളക്കാരനെ പോലും തീവ്രവാദിയെ പോലും ഒരു വെള്ളക്കാരൻ നോക്കിയിട്ടില്ല. ഞാൻ നാളെ പുറത്തു പോകുന്നു, നാളെ പുറത്തു പോകും, ഐസ് വരിക, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോകില്ല ഐസിനെ. നാളെ ഐസ് എന്നെ കണ്ടാൽ എന്താ ചോദിക്കാൻ പോകുന്നേ? എക്സ്ക്യൂസ് മി സാർ, മേ ഹാവ് ID പ്ലീസ്. ഞാൻ റെഡിയാണ്. ഇവിടെ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഒരു പോലീസുകാരൻ നിങ്ങളെ തടഞ്ഞു നിർത്തിയാൽ അവൻ പറയുന്നത് കേൾക്കണം. ജസ്റ്റ് ലിസൺ ടു ഹിസ് വൈ സപ്പോസ് സേ. ഒരു ആക്ഷൻ എടുക്കാൻ പാടില്ല നമ്മൾ. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം വേറെ ഒന്നും കൊണ്ടല്ല. കാരണം നമ്മുടെ എന്തോ ഉള്ളതിന് പോലീസുകാരൻ അറിഞ്ഞുകൂടാ. ഒരു പക്ഷെ തോക്കുണ്ടാകാം. അവനും അവന്റെ ജീവന് വിലയുണ്ട്. അവന് ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്. അപ്പൊ അത് നമ്മൾ ആലോചിക്കണം. കാര്യത്തിലേക്ക് വരാം. പോലീസ് വന്ന് ID കൊടുക്കും, പരിപാടി കഴിഞ്ഞു. ഇവിടെ ഡിപ്പോർട്ടേഷൻ പറയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ എന്തോരം കടകളും കാര്യങ്ങളും സംഭരങ്ങളൊക്കെ ഇന്ത്യക്കാർക്കുണ്ട്. 50-60% വരെ ഇലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ ഒരുപാടുണ്ട്. ഡിപ്പോർട്ടേഷൻ, ഈ ടാർഗറ്റ് എന്ന് പറയില്ലേ, ടാർഗറ്റ് അറ്റാക്കിങ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ ഇന്ത്യക്കാരെ തെരഞ്ഞു പിടിക്കുക, അല്ലെങ്കിൽ ഇലീഗൽസ് തെരഞ്ഞു പിടിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയോ ഇന്ത്യക്കാരെ പറഞ്ഞു വിട്ടേനെ ഈ ഒരു വർഷം കൊണ്ട്. ഇല്ലെങ്കിൽ വെൻസൻ സാറ് പറയട്ടെ, അല്ലെങ്കിൽ ചെറിയൻ സാറ് പറയട്ടെ, എത്ര ഇന്ത്യക്കാരെ പറഞ്ഞു വിട്ടു? 1-2 ഫ്ലൈറ്റ് അല്ലേ? ടെക്സസിനും ഷിക്കാഗോയിലും എത്ര ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നു? വർക്ക് ചെയ്യട്ടെ. പാവപ്പെട്ട കുട്ടികൾ വന്ന് വർക്ക് ചെയ്യുന്നു. പോട്ടെ, സ്റ്റുഡന്റ് ലോണുമായി വന്നു, അവർ വർക്ക് ചെയ്യുന്നു. ഹരാസ്മെന്റ് അല്ല ട്രംപിന്റെ നയം എന്ന് പറയുന്നത്. ട്രംപിന്റെ നയം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇന്ന് ഇന്ത്യൻ ശ്രീമാൻ നരേന്ദ്രമോദി എന്താ പറഞ്ഞിരിക്കുന്നത്? ബംഗാളിനെ പറ്റി ഇന്ന് കേട്ടു നോക്കണം. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബംഗാളിലെ സർക്കാർ അനുകൂലിക്കുകയാണ് ബംഗ്ലാദേശിയുടെ. സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. ബൈഡന്റെ കാലഘട്ടത്തിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അരിസോണ. ചെറിയ സാർ വരുന്ന സംസ്ഥാനമാണ്. അരിസോണയിലും എല്ലയിലും തുറന്നു കിടക്കുക ലക്ഷക്കണക്കിന് ആൾക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, എക്സാമ്പിൾ പറഞ്ഞ് നിർത്താം. കഴിഞ്ഞൊരു 2 മാസം മുമ്പാണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരാൾ ഒന്ന് പുറകെ ഇടിച്ചു. പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ ഒരു പയ്യനാ, 18 വയസ്സുള്ളൂ, പേപ്പറില്ല, ഇലീഗൽ. പോലീസ് പറയുകയാണ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവന് ഇലീഗലാ, എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി എൻ്റെ ഇൻഷുറൻസ് ഒന്ന് അടയ്ക്കേണ്ട വന്നു. ഈ ദിസ് കൺട്രിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അൺഡോക്യുമെന്റഡ് റേപ്പിസ്റ്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടതാണ് കരാക്കസിൽ മഡൂറോവിന്റെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ. അല്ല ജിബിൻ സാർ പറയൂ, പറയാൻ പറ്റും എത്രയോ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്ക രാജ്യം തുറന്നു വിട്ടിരിക്കുന്നു. എല്ലാം വന്നിരിക്കുന്ന അമേരിക്കയിലാണ്. അമേരിക്ക ഹാസ് എ പ്രോബ്ലം. ഒരു ശുദ്ധി കലശം വേണ്ടിയേ പറ്റൂ. അതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശരിയാണ്, ഈ പറയുന്ന ലിബറൽ മീഡിയയ്ക്ക് ഒരുപാട് എക്സ്പ്ലോഡ് ചെയ്യും. കട്ടിങ് എന്താ പറയുന്നത്, സംഭവിക്കുന്നത് എന്തുവാ? ഈ റെനി കുട്ടിനെ പറ്റി സംസാരിക്കാം, പെൺകുട്ടി മരിച്ചു, പെൺകുട്ടി എന്തെങ്കിലും ആവശ്യമുണ്ടോ IS ഓഫീസറെ ശകാരിക്കാനും ഭീഷണിപ്പെടുത്താനും തടസ്സപ്പെടുത്താനും പോകേണ്ട ആവശ്യകതയുണ്ടോ? അവർ നമ്മുടെ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. പ്രൊട്ടക്ട് അവർ കമ്മ്യൂണിറ്റി. അവർ ജോലി ചെയ്യട്ടെ. ഇത് നീതി ന്യായമുള്ള വ്യവസ്ഥിതിയാണ്. ഒരു നിങ്ങളുടെ കൂട്ടുകാരനെയോ വ്യക്തമായ മാനദണ്ഡമുണ്ട്. നിങ്ങളുടെ ഫാമിലി മെമ്പറെ അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ള മാനദണ്ഡമുണ്ട്. അവരെ ഹാജരാക്കുന്ന കോടതിയിൽ പോവുക, വാദിക്കുക. അവർക്ക് അമേരിക്കയിൽ നിൽക്കാൻ അവകാശമുണ്ടെങ്കിൽ തിരിച്ചു വിടില്ല. പിന്നെ എന്തിനാണ് ഈ കോലാഹലം? എനിക്ക് മറുപടി ആരും തന്നേ പറ്റൂ. എന്തിനാണ് ഈ രാജ്യം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി രാജ്യം തകർക്കാൻ ശ്രമിക്കുകയാണോ? കണ്ടില്ലേ IS ഏജന്റുമാരെ? ഇതൊന്നും സത്യം മലയാളികൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ പുറകിൽ ഒരു കൂട്ടം ആളുകൾ 60കളിലും 70കളിലും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ ലിബറൽ മീഡിയ ഉണ്ട്, എക്സ്ട്രീം ലിബറൽ സൈഡ് ഉണ്ട്. അതായത് എന്ത് ഉദ്ദേശം വളരെ സിമ്പിൾ ആണ്. അതായത് കുടുംബം വേണ്ട, സൈന്യം വേണ്ട, പള്ളി വേണ്ട, സംസ്കാരം വേണ്ട എന്ന് തീരുമാനിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ നടപടിയാണ് ഇതിന് പുറകിൽ. ട്രംപ് ഞാൻ അംഗീകരിക്കൽ എല്ലാ കാര്യവും ട്രംപിന്റെ ശരിയാണ്. IS ഓഫീസേഴ്സിൽ കുറച്ച് പേർക്ക് ട്രെയിനിങ്ങിന് കുറവുണ്ടായിരിക്കാം. ഈ എക്സ്ട്രീം നമ്മൾ കണ്ടതാണ്, ജോർജ് ഫ്ലോയിഡിന്റെ സംഭവങ്ങളൊക്കെ. പോലീസിലുമുണ്ട് പ്രശ്നക്കാരുണ്ട്. അതിനെ അവരെ തിരഞ്ഞു പിടിച്ച് മാറ്റി നിർത്തിയേ പറ്റൂ റിപ്പബ്ലിക്കൻ. വെൻസാറിനുള്ള ചോദ്യമാണ്, അത്തരത്തിലുള്ള ആളുകളെ മാറ്റണം. ട്രെയിനിങ്ങിന്റെ അഭാവം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. അതല്ലാതെ ഈ വലിച്ചു നിർത്തി അവരെന്തൊക്കെയാ പറയുന്നത്, അവരെ തുപ്പുന്നു, അടിക്കുന്നു, അവരെ ഹോൺ അടിക്കുന്നു, പാട്ട കൊട്ടുന്നു, അവരെ എന്താ കാണിച്ചു കൂട്ടുന്നത്? വയർ ഇന്റർഫിയറിങ്. നമ്മുടെ നാട്ടിൽ ഒരു കോടതി ഉത്തരവ് നിർവഹിക്കാൻ വരുന്ന പോലീസുകാരെ തടയാൻ നമുക്ക് അവകാശമുണ്ടോ? നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക? അവരെ കൊണ്ടുപോയിട്ടില്ലേ സബ് ജയിലില്? അപ്പൊ തന്നെ കിട്ടും 14 days ജുഡീഷ്യൽ കസ്റ്റഡി, അല്ലെങ്കിൽ അയക്കില്ലേ? കാരണം എന്തുകൊണ്ട്? കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ വരുന്ന പോലീസുകാർ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അംഗീകരിക്കണം നമ്മൾ. നിങ്ങൾക്ക് ജയിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രംപിനെ എതിർക്കാം, ട്രംപ് ഡിക്റ്റേറ്റർ എന്ന് വിളിക്കാം, ഇറ്റ്സ് ഓക്കെ. അദ്ദേഹം അയോഗ്യനായിരിക്കാം. പക്ഷെ അത് നിങ്ങൾ കാണിക്കേണ്ടത് ഇലക്ഷനിലാണ്, തെരുവിലല്ല. തെരുവ് യുദ്ധം ഒന്നും കൊണ്ടും ശാശ്വതമായ പരിഹാരമല്ല.
ഇത്ര മാത്രമേ എനിക്ക് ഓക്കെ. പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മിഥുൻ എന്തായാലും മിഥുൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ രണ്ടുപേര് റിപ്പബ്ലിക്കൻ പക്ഷത്ത് നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയവും കുറവാണ്. 3 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ചെറിയാൻ ജേക്കബ് പറയുമ്പോൾ ദയവ് ചെയ്ത് ഇന്ററപ്റ്റ് ചെയ്യരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലാസ്റ്റ് നുണ സമയം തരാം. പറഞ്ഞുകൊണ്ട് അപ്പൊ എനിക്ക് ഈ ഈ ഒരു നുണ 10 നുണ വിളിച്ചു പറയുമ്പോൾ രണ്ട് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ് അതെ, ക്രിസ്റ്റീന. ഇപ്പൊ എന്തായാലും മിഥുൻ എന്നാ ചോദിച്ച അങ്ങനെ ചില ബ്ലോക്ക് ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾക്ക് ഒരു വളരെ ചുരുങ്ങിയ മറുപടി. അതായത് ഈ ആളുകൾക്ക് സഹിഷ്ണുത എന്ന് പറയുന്ന കാര്യമില്ലാതെ വരുമ്പോഴാണ് ഈ നമ്മൾ No, പറയുന്നത്. no. ഇപ്പൊ It's not സഹിഷ്ണുത ഞാൻ അവിടെ ചെറിയാൻ. പറയുമ്പോൾ എന്റെ ഇയാളെ സഹിഷ്ണുതയെ ഇയാളെ ചാലഞ്ച് ചെയ്യണ്ട. അല്ല You വിൻസൻ ഞാൻ ഒന്ന് talk പറഞ്ഞോട്ടെ. about പറയട്ടെ sanctuary ഞാളെ city. ബ്ലോക്ക് ചെയ്യും. What is sanctuary city? ബ്ലോക്ക് Talk ഒന്ന് about ഒന്ന് that. പ- ഒന്ന് What പറഞ്ഞോട്ടെ, is ഒന്ന് sanctuary പറഞ്ഞോട്ടെ. city? ബ്ലോക്ക് ഹിം. അന്ന് ചെറിയാൻ എന്നെ പറ്റി He ജേക്കബ്, is not സഹിഷ്ണുത allowing me ചെറിയാൻ to ജേക്കബ്, exercise my right to സമയം കളയാനില്ല, to share what സമയം You കളയാനില്ല. talk about ഇയാൾ എന്തിനാണ് sanctuary city. ഇയാൾ ഞാൻ വാ തുറക്കുന്നതിന് You talk about sanctuary city. വിൻസൻ എടാ You താൻ tell മിണ്ടാതിരി ഇവിടെ. you tell the Malayalis what sanctuary city ഇവനെ means. പോലെയുള്ള എസ്പേഡുകളാണ് അല്ല ഈ റിപ്പബ്ലിക്കൻ. ഇത് കേക്ക് അതായത് ശ്രീ ചെറിയാൻ ജേക്കബ്, സഹിഷ്ണുതയില്ലാത്ത നമുക്ക് ചോദ്യം വ്യക്തിപരമായ ചോദിച്ചിട്ട് വിമർശനം പറയാൻ വ്യക്തിപരമായ സമയം കൊടുക്കാതെ വിമർശനങ്ങൾ പാടില്ല. എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമുക്ക് സമയ പരിമിതി ഉണ്ട്, അതുകൊണ്ട് ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ അനൗപചാരികമായ ചർച്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വിഷയത്തിൽ എന്താണ് യാഥാർത്ഥ്യം, ശരിക്കും പോകുന്ന എല്ലാവരും അല്ലെ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ എല്ലാവിധ ഡോക്യുമെന്റുകളോടും കൂടി അമേരിക്കയിലേക്ക് പോകേണ്ടവർ ഭയപ്പെടേണ്ടതുണ്ടോ? കൂടുതൽ പേരും പറയുന്നത് അത്തരത്തിലുള്ളവർക്ക് യാതൊരു ഭയവും ആവശ്യമില്ല. കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ, മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ട എന്ന് പറയുന്നത് പോലെ കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.